ഒരു വിത്തിട്ടിട്ട് ശ്രദ്ധിക്കാതെ കുറച്ച് ദിവസം നമ്മൾ കാത്താൽ 2 ദിവസം കൊണ്ട് പൊട്ടേണ്ടത് ചിലപ്പോൾ ഒരാഴ്ച എടുത്തെന്ന് വന്നേക്കാം. ചിലപ്പോൾ ഒരു മഴ വരാൻ 3 മാസം വരെ ആ വിത്ത് വെയിറ്റ് ചെയ്തെന്ന് വന്നേക്കാം. 3 മാസം കഴിഞ്ഞാലും വിത്തിൽ ജീവനുണ്ടെങ്കിൽ വെള്ളം ചെന്നാൽ അത് പൊട്ടി വരും. ഇത് ഭൂമിയുടെ ഒരു ശാസ്ത്രമാണ്. മനുഷ്യന് ദൈവം അനുവദിച്ചേക്കുന്ന ഒരു കാര്യം, ഒരുത്തൻ മരിച്ച് അവനെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവന് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പൊട്ടി പുറത്തു വരത്തില്ല. ഇവിടെ കയറി വരിക എന്ന് എപ്പം മുകളിൽ ശബ്ദമുണ്ടാകുന്നു അന്നേ ആ സെമിട്രി വിട്ട് അവൻ മോളെ പൊട്ടി പുറത്തു വരത്തുള്ളൂ. എന്നാൽ ചരിത്രത്തെ തിരുത്തുന്നൊരു സംഭവമുണ്ടായി. മുമ്പ് കേട്ടിട്ടില്ലാത്ത, പണ്ടാരും പറഞ്ഞറിവില്ലാത്ത ഒരു ചരിത്രം യെരുശലേമിലുണ്ടായി. അത് യേശുവിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട അതിനെ കൊണ്ട് അടക്കം ചെയ്തതൊരു കല്ലറയ്ക്കകത്ത്. എന്നാൽ 3-ാമത്തെ ദിവസം ഒരു മുള അങ്ങ് പൊട്ടാൻ തുടങ്ങി. ആ മുള ജഡത്തിന്റെ മുളയല്ലായിരുന്നു, തേജസ്സിന്റെ മുളയായിരുന്നു. ഇന്ന് രാവിലെ ആ മുള വിശ്വസിക്കുന്നവരുടെ മേൽ രാവിലെ പൊട്ടുക. വിശ്വസിക്കുന്ന നിനക്ക് നേരെ പരിശുദ്ധാത്മാവ് വിരച്ചുണ്ടെന്നു. ഇതൊതുങ്ങിയവരുടെ സ്ഥലമല്ല, ഇത് ഒതുക്കി വെച്ചതിനെ മുഴുവനും പൊട്ടിച്ചു പുറത്തു വന്നവന്റെ സ്ഥലമാ. ഇത് പിടിച്ചടക്കി വെക്കുന്ന സ്ഥലമല്ല, പിടിച്ചടക്കിയതിനെ മുഴുവനും പൊട്ടിച്ചു പുറത്തു വന്ന സ്ഥലമാ. അടിച്ചോ, വാ തുറന്നോ, ശക്തിയോടെ രാവിലെ ദൈവത്തിന് മഹത്വം കൊടുത്താണോ. കാര്യം ഈ ദൂത് ദൈവത്തിന്റെ വിടുതലിന്റെ ദൂതാണ്. ഞാൻ ഒന്നുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്തോ. ഒരു പയറുമണി എടുത്ത് മണ്ണിലോട്ടിട്ടിട്ട് മാക്സിമം ചവിട്ടാൻ പാകത്തിൽ ചവിട്ടിക്കോ. എന്നിട്ട് ഒരു കല്ലും കൂടെ എടുത്ത് വെച്ച് നോക്കിക്കോ. ഈ മണി നിങ്ങൾ എത്ര ചവിട്ടിയാലും കല്ലെടുത്ത് വെച്ചാലും ആ കല്ലിനെ ഭേദിച്ചുകൊണ്ട് അതിങ്ങനെ മുളച്ചു കയറി വരും. എന്താ കാര്യം എന്നറിയാവോ? അകത്ത് സീഡുള്ളതിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. നിന്റെ അകത്ത് കിടക്കുന്നത് നിന്റെ ജീവനല്ല, യേശുവിന്റെ ജീവനാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനാൽ പുതിയത് ചിലത് സംഭവിക്കുന്നു.